എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നല്ല കത്തിക്കുന്ന വെയിലല്ലേ, അപ്പം അതിന് പറ്റിയ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫലൂഡ. അത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കുറച്ച് പ്രിപ്പറേഷൻ വേണം കേട്ടോ. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ച് പണി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പണിയായത്. ഒരു പകുതി ബീറ്റ്റൂട്ട് ഞാൻ മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 കഷ്ണങ്ങൾക്ക് വേണ്ടെന്ന് ഇട്ടാൽ മതി. എനിക്ക് 2 ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടുന്നത്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് പനങ്കൽക്കണ്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മധുരത്തിന് വേണമെങ്കിൽ കൽക്കണ്ട് തന്നെ, സാധാരണ കൽക്കണ്ടില്ല കുഞ്ഞാക്കെല്ലാം കൊടുക്കുന്ന വവേ, എൻ്റെ മോനും ഉണ്ട് എൻ്റെ അരിയത്ത് തന്നെ. അത് വേണേൽ ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പനങ്കൽക്കണ്ടും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം. ഒന്ന് ചെറുങ്ങനെ, അധികം കുറുകി പോകണ്ട, ഒന്ന് ചെറുങ്ങനെ കുറുകി വരുമ്പോൾ ഇതിങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് സർബത്തെല്ലാം ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 പിഞ്ച് ഉപ്പ്, ഇങ്ങനെ ഒരു നുള്ളിൻ്റെ പകുതി അത്രയേ വേണ്ടു. ഒരു മധുരം നമുക്ക് ശരിക്കും വരണമെങ്കിൽ ഒരു ഉപ്പ് ലേശം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ശരിയാവും. ഇനി ഇത് ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ വേറൊന്നിലും ഒഴിച്ചു വെച്ചതായത്. ഇനി ബാക്കി ഒന്നും കൂടി നല്ലോണം ഒന്ന് തിളച്ച് ഒന്നും കൂടി എന്താ പറയണ്ടേ, നല്ലൊരു കട്ടിയൊന്നും ആവില്ല, എന്നാലും കുറച്ചുകൂടി ഇതിലുള്ള പശയെല്ലാം ഒന്ന് ഇളകി ഇങ്ങ് പോരട്ടെ. അപ്പോൾ അതിനൊന്നും കൂടി വെച്ചിട്ടുണ്ട്. അതുമായി ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി നമുക്കൊരു വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. തണുക്കട്ടെ. അത് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. മോനെ ഒച്ചുണ്ടാക്കല്ല. അപ്പം അതിന് ശേഷം വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ലോണം ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് കാച്ചി കുറുക്കിയെടുക്കണം. നല്ലോണം കലക്കിയെടുക്കണേ. അതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചത്. കുറേശ്ശെ ഒഴിച്ചിട്ട് കലക്കണേ. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ കട്ട അടയും ഇവിടെയും ആയിപ്പോവും. പിന്നെ കാച്ചും അത് ശരിക്കും കുറുകി വരില്ല. അപ്പം അത് എല്ലാം കലങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. കുറുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടൂ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പനങ്കൽക്കണ്ട് തന്നെയാണ് ഇട്ട്, അതായി കളർ ഇങ്ങനെ. അതിട്ടിട്ട് നല്ലോണം കുറുക്കുക. പനങ്കൽക്കണ്ട് അടുപ്പത്ത് നിന്ന് ഉരുകുമ്പോൾ ഞാൻ ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല മറ്റേതിൽ ഒരു നുള്ളിൻ്റെ പകുതി, ഇത് ഒരു നുള്ളി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കൂവക്ക് നല്ലോണം ലേശം ഉപ്പ് നമ്മളിപ്പോൾ ഇടുന്നതല്ലേ. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ വെള്ളം അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒഴിച്ച് നല്ലോണം ഒന്ന് കുറുകി, നമുക്കറിയാമല്ലോ കൂവ നമ്മൾ പൊതുവേ കുറുക്കിയെടുക്കുന്നത്, അതുപോലെ ഒന്ന് നല്ലോണം കുറുകിയാൽ നമുക്കത് വാവേ നടന്നിക്കും മോനെ. എന്നിട്ട് ഐ ലവ് യു ടു വേണ്ട വാവേ അങ്ങോട്ടേക്ക്. എന്നിട്ട് നമുക്കിതിന് നല്ല ഇതുപോലെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിൽ ഒഴിച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഈ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഇപ്പം നല്ലോണം തണുത്തതിന് ശേഷം ഒന്ന് ഫ്രീസറിലെടുത്ത് വെച്ചേക്കും ഒരു 15-20 മിനിറ്റ്. ഈ സാധനങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെല്ലാം തലേന്നേ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കപ്പ് പാല് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അത് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയം ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി. സേമിയത്തിൻ്റെ വേവ് എല്ലാവർക്കും അറിഞ്ഞൂടെ, അത് അത്രയേ വേണ്ടു. വാവേ മോൻ അങ്ങോട്ട് പോയി കളിച്ചു. കണ്ട ഇതുപോലെ ഒന്ന് പൊട്ടുന്ന ഓക്കെ മിനി വേണം. ഓക്കെ പൊട്ടുന്നൊരു പരുവത്തിലാകുമ്പോൾ അതെടുത്തിട്ട് ഒന്നിൽ അരിച്ചിട്ട് പാല് മാറ്റി വെക്കണേ. അതിന് ശേഷം
നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണ് ഉള്ളത്. ഞാനിപ്പോൾ ഒരു കഷ്ണം ആപ്പിള്, ഒരു കഷ്ണം കർമൂസ, ഒരു കഷ്ണം മാങ്ങ, കുറച്ച് മുന്തിരി, ഇതേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഉള്ളത് വെച്ചിട്ട് നിങ്ങളടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. മാങ്ങ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, പുളിപ്പില്ലാത്ത മാങ്ങ നോക്കി എടുക്കണം. പിന്നെ അതിലേക്ക് നമ്മളെ പൊടിച്ച കൽക്കണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇട്ട് കൊടുക്കൂലേ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തേനെടുക്കാം കേട്ടോ, തേനായാലും കുഴപ്പമില്ല. അത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്ക് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് അത് തണുത്തോട്ടെ. ഫ്രീസറിൽ വെക്കാറേ ഫ്രിഡ്ജിൽ വെക്കാവും. അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ച പാലില്ലേ, ആ പാലായത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൽക്കണ്ടി തന്നെ ഇട്ടിട്ട്, കളറ് മാറിപ്പോറല്ലോ അതുകൊണ്ടാണ് കൽക്കണ്ടി തന്നെ ഇട്ട്. അപ്പോൾ വെള്ള കളർ തന്നെ കിട്ടുമല്ലോ നമുക്ക് പാലിന്. അപ്പോൾ അത് നല്ലോണം കൽക്കണ്ടി നല്ലോണം അലിയാൻ കുറച്ച് പാടായിരിക്കും, കുറച്ച് നേരം നല്ലോണം ഇളക്കണം. അതിന് ശേഷം ഒരു ഫലൂഡേൻ്റെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ഐസ്ക്രീം, ഇത് ഞാൻ പീടികയിൽ നിന്ന് വാങ്ങിയതാണേ, എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. എൻ്റെ ഉണ്ടാക്കിയത് തീർന്നു പോയി, ഞാൻ ഉണ്ടാക്കിനേനും ഇതിനെല്ലാം കണക്കാക്കിയിട്ട് അത് തീർന്നു പോയി. അപ്പോൾ ആദ്യം ഒരു സ്പൂണ് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡേറ്റ്സാണ് ഇട്ട് കൊടുത്ത്, പിന്നെ സേമിയ, പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, നല്ലോണം ഇട്ട് കൊടുത്തേക്ക്. മക്കളൊന്നും തിന്നുക കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് നല്ലോണം ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തോ. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ 1 ടീസ്പൂൺ ചിയ സീഡ്സ് ഞാനൊരു 15-20 മിനിറ്റ് പുതിർത്ത് വെച്ചതാണ്, അതങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് ഇത് തിന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പിന്നെയും ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് നമ്മളെ കളറാണ്. ഇപ്പോൾ വെറും വെള്ളയും മഞ്ഞയും അല്ലേ ഉള്ളൂ. അപ്പം എന്നിട്ട് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം വളരെ ചെറിയ സ്പൂൺ കൊണ്ട് കുറേശ്ശെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാവും. അല്ലെങ്കിൽ അപ്പടങ്ങ് കലങ്ങിപ്പോവും. സൈഡ് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചെറുങ്ങനെ ഒലിച്ചിറങ്ങുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നിങ്ങളടുത്ത് ഏതെല്ലാം നട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലും കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും പിന്നെ ബദാമേ ഉള്ളൂ, കടലയും നിലങ്കടലയും ഇട്ടിന്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയുള്ളത് മുറിച്ചിട്ടിട്ട് അതും അങ്ങ് ഇട്ട് കൊടുത്ത്. ഇനി അതിൻ്റെ മുകളിലേക്ക് പിന്നെ 1 സ്പൂണ് സേമിയ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഓപ്ഷനാണ്. നമ്മളടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളങ്ങ് മേലെ ഏതാ കുട്ടികൾ തീരെ തിന്നാത്ത അത് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് അങ്ങ് കൊടുക്കുക. ഞാൻ പിന്നെയും ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളെ കൂവ അതും അങ്ങ് വെച്ച് കൊടുക്കാം. കണ്ടത് നല്ല കളറായിട്ടില്ലേ? അതും കൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഐസ്ക്രീം ഒന്ന് ഒരു സ്കൂപ്പ് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് കണ്ടാലേ പിള്ളേർ ഇത് തിന്നു. അപ്പോൾ അതങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെയും ഒന്ന് അലങ്കാരത്തിന് നട്ട്സ് എല്ലാം വെച്ച് കൊടുത്തിട്ട് അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. അത്ര തന്നെ. കണ്ടില്ലേ? അടിപൊളി, കാണാൻ നല്ല ലുക്കില്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.